പിന്നെ എല്ലാവർക്കും സുഖമല്ലേ? പിന്നെ ഇന്ന് നമുക്കൊരു വഴുതനങ്ങ വെച്ചുള്ള റെസിപ്പിയാണേ. അപ്പോൾ ചാനൽ കാണുന്നവരെല്ലാവരും സപ്പോർട്ട് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് ആദ്യമേ പോയി വഴുതനങ്ങ പറിച്ചെടുക്കാം. അപ്പോൾ ഞാൻ നട്ട വഴുതനങ്ങ കേട്ടോ. ഇതിൽ വേറെ കീടനാശിനി അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ചേർത്തിട്ടില്ല. ചാണകപ്പൊടിയും എല്ലുപൊടിയൊക്കെ ചേർത്ത് നട്ടതാണേ. നമുക്ക് വഴുതനങ്ങ പറിച്ചെടുക്കാം. അതിനുശേഷം അത് നന്നായി കഴുകി വൃത്തിയാക്കി വട്ടത്തിൽ അരിഞ്ഞ് വയ്ക്കാം. ഒരു പ്ലേറ്റ് എടുക്കുക, അതിലേക്ക് ഒരു സ്പൂണോളം മുളക് പൊടി ഇടുക, കുറച്ച് മഞ്ഞൾപ്പൊടി, അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ്. ഇത് നന്നായിട്ട് വെള്ളം ഒഴിച്ച് നല്ല പേസ്റ്റ് രൂപത്തിൽ കുഴച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ഈ വട്ടത്തിൽ അരിഞ്ഞു വെച്ചേക്കുന്ന വഴുതനങ്ങ അതിലേക്കിട്ട് നന്നായിട്ട് അരപ്പ് പുരട്ടിയെടുക്കാം. അതിനുശേഷം ഒരു ഫ്രൈങ് പാൻ ചൂടാക്കാം, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. ഇത് ഓരോന്നായിട്ട് വെച്ച് വഴുതനങ്ങ നമുക്ക് വറുത്ത് കോരിയെടുക്കാം. ഒരു വശം നന്നായിട്ട് വെന്ത് വരുമ്പോഴത്തേക്ക്, ഫ്രൈ ആയി വരുമ്പോഴത്തേക്ക് നമുക്ക് അപ്പുറത്തെ വശവും കൂടെ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോഴേക്കും നമുക്കൊരു കുറച്ച് തൈര്, ആവശ്യത്തിന് തൈരെടുത്ത് നന്നായിട്ട് ഉടച്ച്, ഒരുപാട് വെള്ളം പോലെ ആവണ്ട, നന്നായിട്ട് ഉടച്ച് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഈ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന വഴുതനങ്ങയില്ലേ, അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ആൾറെഡി ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന വഴുതനങ്ങ ഉപ്പ് ചേർത്തിട്ടുണ്ട്, എങ്കിലും ലേശം ഒന്ന് ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ചുകൂടെ തൈരിന് ഉപ്പ് കിട്ടാൻ വേണ്ടി കുറച്ചുകൂടെ ഉപ്പ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കടുക്, വറ്റൽമുളക്, കറിവേപ്പില, കൊച്ചുള്ളി എന്നിവ ഇട്ട് കടുവറുത്ത് നമുക്കതിലേക്ക് ഒഴിക്കാം. നമ്മുടെ വഴുതനങ്ങ തൈര് കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമുക്ക് ചോറിനാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.